സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം 19-ാം വാക്യം മുതൽ വായിക്കുകയാണ്. ശ്രദ്ധിക്കുക. ഞാൻ ആസിയയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ എങ്ങനെയിരുന്നു എന്ന് വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചുവെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ സാഹചര്യം നോക്കുകയാണെങ്കിൽ വിശുദ്ധനായ പൗലോസ് അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്ന വ്യക്തിയാണ്. അവൻ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ശുശ്രൂഷ ചെയ്തു പോന്ന വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഓരോരോ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ മധ്യയിലുണ്ടാകുന്ന പോരാട്ടവും എതിർപ്പുകളുമെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെയും അതിൻ്റെ ഇടയിൽ കർത്താവ് അവനിൽ കൂടി അനേകം ആളുകളെ രക്ഷിക്കുകയാണ് ചെയ്തത്. ആ രക്ഷിക്കപ്പെട്ട ആളുകൾ അവിടെ ഒരു കൂട്ടായ്മയായി കൂടി ഒരു പ്രാർത്ഥനാ സ്ഥലം ക്രമീകരിച്ചുകൊണ്ട് കൊടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് അവൻ പോകുമായിരുന്നു. പൗലോസിൻ്റെ ആ സമയത്ത് TV പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരിക്കുമായിരുന്നു. ഈ കാലത്ത് എത്ര ദേശങ്ങളിൽ അതുപോലെ എത്രയോ രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം TV-യിലൂടെ പ്രഭാഷിക്കപ്പെടുന്നുണ്ട്. ഒരു കാലത്ത് ഗ്രാമങ്ങളിൽ പോകണമെങ്കിൽ ബസ് കയറി അല്ലെങ്കിൽ സൈക്കിളിൽ യാത്ര ചെയ്ത്, അതുപോലെ ബസ്സില്ലാത്ത സ്ഥലമാണെങ്കിൽ നടന്നു പോയി, അല്ലെങ്കിൽ ലോറി കയറിയോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയോ കാളവണ്ടിയിൽ പോയി വരെ ശുശ്രൂഷ ചെയ്ത ദിനം എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ പൗലോസിൻ്റെ ആ കാലത്ത് ഒരു സൈക്കിൾ റിക്ഷ പോലും ഇല്ലായിരുന്നു, TV ഇല്ലായിരുന്നു, അതെന്തിനു പറയുന്നു, റേഡിയോ പോലും ഇല്ലായിരുന്നു, അതുപോലെ കത്തുകളില്ലായിരുന്നു, പെന്നില്ലായിരുന്നു, പേപ്പറില്ലായിരുന്നു, തോൽ ചുരുളുകളിലായിരുന്നു എഴുതി മറ്റുള്ള സഭകളെ അന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന തീക്ഷ്ണത ഒരു മനുഷ്യനോട് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് ചിന്തിക്കുകയായിരുന്നില്ല. ഒരു മനുഷ്യനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് ചിന്തിക്കുകയില്ലായിരുന്നു. ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെടുത്തിയ ശേഷം അവനെ സകല സത്യത്തിലേക്കും വഴി നടത്തണം, അവനെ പൂർണ്ണമാക്കുവാൻ വേണ്ടി നടത്തണം, അവരെ ശക്തീകരിക്കണം, അവരെ ബലപ്പെടുത്തണം, ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് അവരെ മാറ്റണം, അവരുടെ സംശയങ്ങൾ എല്ലാം തീർത്തു കൊടുക്കണം, അവരെ ആത്മീയമായി ബലപ്പെടുത്തണം, അവരും അനേകം ആത്മാക്കളെ സമ്പാദിക്കുവാൻ തക്കവണ്ണം ബലപ്പെടുവാൻ ഇടയാകണം. അതായിരുന്നു അവൻ്റെ ആഗ്രഹം. ഇവിടെ 3 വർഷം അവൻ ശുശ്രൂഷ ചെയ്തിട്ട് റോമയിലേക്ക് കടന്നു പോകുന്നു. ഇതവൻ്റെ അവസാന യാത്രയായിട്ട് ശുശ്രൂഷയായി എടുത്തുകൊണ്ട് ആ സഭയിലുള്ളവരെ കൂട്ടിയിട്ട് അവരോട് പറയുന്ന വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ, ഈ ആസിയയിൽ 3 വർഷമായിട്ട് ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നു. നിങ്ങളുടെ കൂടെ ഞാൻ എങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. യഹൂദന്മാരാൽ എനിക്ക് വന്ന കഷ്ടങ്ങളും നിങ്ങൾക്കറിയാം. കഷ്ടത്തിൻ്റെ നടുവിലും കണ്ണുനീരോടും താഴ്മയോടും കർത്താവിനെ ഞാൻ സേവിച്ചു വന്നു എന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നോക്കുക, പാസ്റ്ററിൻ്റെ വിഷയങ്ങൾ സഭക്കാർക്ക് അറിയണം, സഭക്കാരുടെ വിഷയങ്ങൾ പാസ്റ്ററും അറിഞ്ഞിരിക്കണം. ഇഫ് യു വാണ്ട് ടു നോ എ പേഴ്സൺ യു മസ്റ്റ് ലിവ് വിത്ത് ദാറ്റ് പേഴ്സൺ എന്നാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് യഥാർത്ഥമായി നിനക്കറിയണമെങ്കിൽ ആ വ്യക്തിയോടൊപ്പം നീ താമസിക്കണം എന്നാണ്. കാഴ്ച അനുസരിച്ചോ സംസാരം അനുസരിച്ചോ പറയുവാൻ കഴിയില്ല. ഒരു 24 മണിക്കൂർ ഒരു വ്യക്തിയോടൊപ്പം നീ ആയിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടേതായ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുവാൻ കഴിയും. മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളുടെ കാര്യം അറിയാമോ ഇല്ലയോ? ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൻ്റെ കാര്യം അറിയാമോ ഇല്ലയോ? ഈ കാലത്ത് പലർക്കും അത് അറിയുകയില്ല. ശരിയാണോ അല്ലയോ? വീട്ടിലെ കാര്യം എനിക്കറിയാം, എന്നാൽ ഓഫീസിലെ കാര്യം എനിക്ക് അറിയുകയില്ല എന്നാണോ? എന്നാൽ നിങ്ങളെപ്പോഴും പരസ്പരം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. 2 പേരുടെ മധ്യയിൽ സാത്താൻ വരാതിരിക്കണമെങ്കിൽ, മറ്റൊരു വ്യക്തി വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവർ പരസ്പരം നന്നായി മനസ്സിലാക്കിയിരിക്കണം. പ്രസംഗം മാത്രം നന്നായിരുന്നാൽ പോരാ, പ്രാസംഗികനും നന്നായിരിക്കണം. അതുപോലെ പ്രാസംഗികൻ നന്നായിരുന്നാൽ മാത്രം പോരാ, പ്രസംഗവും നന്നായിരിക്കണം. പ്രസംഗം നല്ലതാണെങ്കിൽ മനുഷ്യർ പുകഴ്ത്തും, പ്രാസംഗികൻ നന്നാണെങ്കിൽ
ദൈവം പുകഴ്ത്തും. സോ പ്രാസംഗികനെ മനുഷ്യൻ പുകഴ്ത്തണമോ അതോ ദൈവം പുകഴ്ത്തണമോ? ദൈവവും പുകഴ്ത്തണം, മനുഷ്യന്റെ ദയയാലും ദൈവത്തിന്റെ ദയയാലും എന്നാണ്. കണ്ടില്ലേ, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ എൻ്റെ മനസാക്ഷി കാക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. ഇവിടെ ഒരു യഥാർത്ഥ ദൈവദാസനെ, ഒരു മാതൃകയായ ദൈവദാസനെ, ഒരു പൂർണ്ണനായ ദൈവദാസനെ പൗലോസിൽ കാണുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പൗലോസിനെ കുറിച്ച് ഒരുപാട് പ്രസംഗം ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അവൻ്റെ ശുശ്രൂഷ രീതിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന സമയം അതേപോലെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് പ്രോത്സാഹനവും ലഭിക്കുന്നു. അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അനേകരെ പരിപൂർണരാക്കുന്നതിന് വേണ്ടി, സമ്പൂർണരാക്കുന്നതിന് വേണ്ടി, അനേകരെ പ്രയോജനമുള്ളവരാക്കുന്നതിന് വേണ്ടി കർത്താവ് കൃപ കാണിക്കുന്നുണ്ട്. ഒരു യഥാർത്ഥ ദൈവദാസന് കഷ്ടങ്ങൾ ഉണ്ട്, കണ്ണുനീരുണ്ട്, പോരാട്ടങ്ങളുണ്ട്. എന്നാൽ അവൻ ദൈവം മുൻപിൽ സത്യസന്ധതയോടെ ആയിരിക്കും. ഇവിടെ 20-ാം വാക്യത്തിൽ മറ്റൊരു കാര്യം പറയുകയാണ്. കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും. എന്താണ് പറയുന്നത്? ഞാൻ പ്രയോജനമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നു. ഇക്കാലത്ത് പ്രാസംഗികർ സമ്പൂർണമായ സുവിശേഷം പ്രസംഗിക്കുന്നില്ല. ചില മീറ്റിങ്ങുകളിൽ സൗഖ്യം മാത്രമായിരിക്കും ഉള്ളത്, ചില മീറ്റിങ്ങുകളിൽ സംഗീതം മാത്രമായിരിക്കും ഉള്ളത്, ചില മീറ്റിങ്ങുകളിൽ കഠിനമായ പ്രസംഗങ്ങൾ മാത്രമായിരിക്കും ഉള്ളത്, ചില മീറ്റിങ്ങുകളിൽ പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ബഹളമുണ്ടായിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ സമ്പൂർണമായുള്ളതായ സുവിശേഷം, ഒരു വ്യക്തി പ്രാർത്ഥിക്കേണ്ടതാണ്, പാട്ട് പാടണം, സുവിശേഷം കേൾക്കണം, എന്താണ് സ്തോത്രകാഴ്ച കൊടുക്കണം, നാം സൗഖ്യം പ്രാപിക്കണം. എന്താണ്? യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി പൂർണ്ണനായി മാറണം. പൗലോസിന്റെ ഉപദേശം അവൻ രഹസ്യമായിട്ടല്ലായിരുന്നു ചെയ്തത്. അന്ത്യകാലത്ത് കള്ളപ്രവാചകൻ വരുമെന്നാണ് പറയുന്നത്. അന്ത്യകാലത്ത് എങ്ങനെയാണ് പ്രവാചകന്മാർ വരുന്നത്? രഹസ്യമായി വരികയാണ് എന്നാണ് പറയുന്നത്. രഹസ്യമായി വിളിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. എപ്പോഴും രഹസ്യമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എപ്പോഴും രഹസ്യമായി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അത് നാം മനസ്സിലാക്കണം, അത് നന്മയ്ക്കായുള്ളതല്ല, അത് ദോഷം ചെയ്യുന്നതാണ് എന്ന്. അത് പൂർണ്ണമായും വാസ്തവം ആയിരിക്കുകയില്ല. നിന്നോട് മാത്രമാണ് പറയുന്നത്, മറ്റാരോടും പറയരുതെന്ന് പറയുകയാണെങ്കിൽ നീ സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്നോട് മാത്രമാണ് പറയുന്നത്, ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ അവർ തന്നെ ലാസ്റ്റിൽ പോയി നാട്ടിലെല്ലാവരോടും പറയും. രഹസ്യമെന്ന് പറഞ്ഞാൽ ചെവി തുറന്നു വരും ചില ആളുകൾ. രഹസ്യമായതെല്ലാം തന്നെ ഒരു ദിവസം വെളിപ്പെട്ട് വരും. പ്രസംഗികൻ ധൈര്യത്തോടുകൂടി പ്രസംഗിക്കണം. ഭയപ്പെടരുത്, പരിസ്ഥിതി കണ്ട് ഭയപ്പെടരുത്, ജനത്തെ കണ്ട് ഭയപ്പെടരുത്. വിശുദ്ധനായ പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ പരസ്യമായി നിങ്ങളോട് ഉപദേശിച്ചു തന്നു, അതുപോലെ വീട് തോറും നിങ്ങളോട് ഞാൻ അറിയിച്ചു. ഈ വചനം വായിച്ചപ്പോൾ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്യാനിടയായി. വീട് തോറും എന്ന വാക്കിന് ഞാനും അങ്ങനെ ചെയ്യുന്നുവെന്ന് പറഞ്ഞു. ഞാനെപ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ വന്നത്? ശരിയല്ലയോ? എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളോട്, നിങ്ങളുടെ വീട്ടിൽ ഉള്ളവരുടെ ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട്. ദൈവദാസന് ആഴ്ചയിൽ ഒരു തവണയേ അവസരമുള്ളൂ. അല്ലെങ്കിൽ ചില സഭകളിൽ 2-3 തവണ ഇടയ്ക്ക് പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 തവണയായിരിക്കും ഉള്ളത്. എന്നാൽ എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എല്ലാ വിഷയങ്ങളും ബൈബിളിനെ സംബന്ധിച്ച്, പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും, രക്ഷയെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച്, ആത്മാക്കളെ നേടുന്നതിനെക്കുറിച്ചുള്ള, വിശ്വാസത്തെക്കുറിച്ചുള്ളതായ വിഷയങ്ങൾ, പണത്തെ സംബന്ധിച്ചുള്ളത്, വിശ്വാസി എന്ന് പറയുകയും പലിശയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നവരുണ്ട്. ഞങ്ങളുടെ സഭയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ബ്രദർ എന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കുകയും പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും എല്ലാം വരികയും മറ്റും ചെയ്യും. ഇടയ്ക്കാരോ പറയാനിടയിൽ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിയ പണം മുഴുവൻ പലിശയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്ന്. ഞാനിടയ്ക്ക് വിളിച്ച് ചോദിച്ചു, ശരിയല്ല എന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഇത് ശരിയാണോ അല്ലയോ? അല്ല ബ്രദർ, അത് ശരിയല്ല, ഞാനത് കടമായി കൊടുത്താണെന്ന് പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞിട്ട് ആ പണമെല്ലാം നഷ്ടപ്പെടുകയും പിന്നെ അവസാനം കരയുകയും ചെയ്യുന്നത് കണ്ടു. പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ പലിശയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ സിനിമ കാണുകയും ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഇവിടെ ഹല്ലേലൂയ സ്തോത്രമെല്ലാം പാടും. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സിനിമ പാട്ടായിരിക്കും. കുളിക്കുന്ന സമയത്ത് ബാത്റൂമിൽ കയറിയിട്ട് സിനിമ പാട്ടായിരിക്കും പാടുന്നത്. ചർച്ചിൽ വന്നാൽ ഹല്ലേലൂയയും സ്തുതിയും സ്തോത്രവും. ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു യഥാർത്ഥമായ ദൈവപാദന്റെ ജീവിതം പൂർണ്ണമായതാണ്.
ദൈവമക്കൾ സിനിമ കാണുവാൻ പാടില്ല. അതെല്ലാം കെട്ടുകഥയാണ്, അതെല്ലാം സാങ്കല്പികമാണ്, ജഡികമായ മോഹങ്ങളും വിചാരങ്ങളുമാണത്. സൗന്ദര്യമുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ച് അവർക്ക് നല്ലവണ്ണം മേക്കപ്പ് ഒക്കെ കൊടുത്ത് അനേകരെ ആകർഷിക്കുന്ന രീതിയിൽ കാമവും മോഹവും ആഗ്രഹവും എല്ലാം ജഡികമായ കാര്യങ്ങളാണ്. ശരിയല്ലേ? അതുപോലെയുള്ള കഥ, അതുപോലെയുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ ഒരു വില്ലൻ, അല്ലെങ്കിൽ ഹീറോയിൻസ്, 2-3 ഹീറോയിൻസ്, ശരിയല്ലേ? അതുപോലെ ഫൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഒരാൾ വന്നിട്ട് 10 പേരെ തല്ലുന്നത് കാണാം. അത് സത്യമാണോ സാങ്കല്പികമാണോ? ഏതെങ്കിലും ഒരു പാർക്കിൽ ചെന്നിട്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അർദ്ധനഗ്നമായി വസ്ത്രമൊക്കെ ധരിച്ച് ഡാൻസ് കളിച്ചാൽ ആളുകൾ അത് അംഗീകരിച്ചു കൊടുക്കുമോ? പോലീസുകാർ മറ്റും അത് അംഗീകരിക്കുമോ? പറയൂ. അത് വാസ്തവമല്ല. അത് കാണുന്നതിന് വേണ്ടി എത്രയോ പേർ കഷ്ടപ്പെട്ട പണവുമായിട്ട് അവിടെ ചെന്ന് അത് കാണുന്ന സമയത്ത് സിനിമാക്കാർ കോടീശ്വരന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. പാവപ്പെട്ട ജനങ്ങൾ ഒന്നുമില്ലാത്തവരായി മാറുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു ആത്മീയ ജീവിതത്തിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം? നാം എന്തു കാണണം, എന്തു നാം കാണരുത്, എങ്ങനെ നാം പ്രവർത്തിക്കണം, രാവിലെ എഴുന്നേറ്റാൽ എന്തു ചെയ്യണം, കിടക്കാൻ പോകുന്നതിന് മുൻപ് എന്തു ചെയ്യണം, നമ്മുടെ മാതാപിതാക്കളെ നാം എങ്ങനെ സ്നേഹിക്കണം, അവരെ നാം എങ്ങനെ ബഹുമാനിക്കണം, അതുപോലെ നമ്മുടെ ബന്ധുക്കാരോടും മറ്റും നാം എങ്ങനെ പെരുമാറണം, ഇതെല്ലാം സുവിശേഷത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇതെല്ലാം കൂടുന്നതാണ് വേദപുസ്തകം. ഇതെല്ലാം ചേരുന്നതാണ് സുവിശേഷം. ഒരു ദിവസം കൊണ്ട് നീ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ മതിയാകില്ല. സ്നാനപ്പെടുക, നീ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മതിയാവുകയില്ല. ഒരു നിമിഷം കൊണ്ട് നിനക്ക് മാനസാന്തരപ്പെടുവാൻ കഴിയും, ഒരു നിമിഷം കൊണ്ട് രക്ഷിക്കപ്പെടുവാൻ കഴിയും, ഒരു നിമിഷം കൊണ്ട് നിന്റെ പാപം ക്ഷമിക്കപ്പെടാം. എന്നാൽ നീ വിശുദ്ധീകരിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് നീ മാറണമെങ്കിൽ അത് നിന്റെ ആയുസ് മുഴുവൻ മതിയാവില്ല. ജീവിതകാലം കൊണ്ട് ഓരോ ദിവസവും അല്പാൽപ്പം നാം ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ച് യേശുവിന്റെ ആ സ്വഭാവത്തിലേക്ക് അല്പാൽപ്പമായി നാം കടന്നു വരുന്നു. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുന്നു, നമ്മുടെ ശീലത്തിൽ മാറ്റമുണ്ടാകുന്നു, നമ്മുടെ ഇടപാടുകളിൽ മാറ്റമുണ്ടാകുന്നു, സംസാര രീതിയിൽ മാറ്റമുണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാദൃശ്യമുണ്ടാകുന്നു. പൗലോസ് പറയുകയാണ്, താൻ തിരഞ്ഞെടുത്ത കുറച്ച് വ്യക്തികളെ, ദൈവം തന്നെ ഏൽപ്പിച്ചതായ ചില ആത്മാക്കളെ, ചില വ്യക്തികളെ രക്ഷയിലേക്ക് നടത്തിയതിനു ശേഷം അവരിൽ ശ്രദ്ധ വഹിച്ചുകൊണ്ട്, ഒരു മാതാവ് എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത്, ഒരു പിതാവ് എങ്ങനെയാണോ മകനെ ധൈര്യപ്പെടുത്തി നടത്തുന്നത്, അതുപോലെ ഞാനൊരു സ്നേഹമുള്ള മാതാവിനെ പോലെ നിങ്ങളോട് കൂടെയായിരിക്കുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട് സഭയോട്. ഞാൻ ധൈര്യപ്പെടുത്തുന്ന ഒരു പിതാവിനെ പോലെ നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്നുവെന്ന് സഭയോട് പറയുന്നു. ഒരു മാതാവ് എങ്ങനെയാണ് താൻ പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ എല്ലാ ദിവസവും അതിനെ പോറ്റുന്നത്, ആ കുഞ്ഞിൻ്റെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. നമുക്കറിയാം, പണ്ട് കാലത്ത് കുഞ്ഞുങ്ങളെ നല്ല എണ്ണയൊക്കെ തേപ്പിച്ച്, പച്ചമരുന്നൊക്കെ തേച്ച്, മഞ്ഞളൊക്കെ പൂശി കുളിപ്പിച്ചെടുക്കുന്നത്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത്ര വലിയ ജാഗ്രത കാണിക്കുന്നത്. എൻ്റെ അമ്മയാണെങ്കിൽ 8 പേരെ വളർത്തിയതാണ്, എനിക്ക് നന്നായി അറിയാമത്. നിങ്ങൾക്കറിയാമോ, എനിക്ക് 8 വയസ്സ് പ്രായമായിരുന്നപ്പോൾ ഏറ്റവും ഇളയ കുഞ്ഞിന് 1 വയസ്സായിരുന്നു പ്രായം. 8 പേർക്കും ഓരോരോ വയസ്സായിരിക്കും വ്യത്യാസം. എല്ലാവരും നിരനിരയായി നിർത്തിയിട്ട് കുളിപ്പിച്ച് തോർത്തി നീ വാടാ, ഇനി അടുത്താളെ നീ വാടാ എന്ന് പറഞ്ഞ്. ഈ കാലത്ത് അങ്ങനെയല്ല, നീ പോയി കുളിക്കടാ പോ. ഈ കാലത്ത് ദൈവദാസന്മാരും അങ്ങനെയാണ്. രക്ഷിക്കപ്പെട്ട വ്യക്തിയെ പിന്നീട് അവൻ്റെ മേൽ ശ്രദ്ധ വഹിച്ച് അവൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതുവരെ, അവൻ്റെ ചെളിയെല്ലാം പോകുന്നതുവരെ അവനെ കുളിപ്പിച്ച് അവനെ വൃത്തിയാക്കി നല്ല ഒരു ശരീരമാക്കിയെടുത്ത് യേശുവിൻ്റെ വിശുദ്ധിയോടുകൂടി സ്വരൂപത്തിലാക്കിയെടുക്കുവാൻ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ കൈയുയർത്തു, രക്ഷിക്കപ്പെടെല്ലാം കൈയുയർത്തു, അവിടെ പോയി സ്നാനപ്പെടുക, ഹല്ലേലൂയ, അവിടെ പണമടയ്ക്കുക, ഹല്ലേലൂയ, പൊയ്ക്കോ, നീ അടുത്ത ആഴ്ച വരൂ, സ്തോത്രകാഴ്ച നൽകണം, കഴിഞ്ഞു. പൗലോസ് അങ്ങനെയല്ലായിരുന്നു. വീടുകൾ തോറും വന്നിട്ട് ഞാൻ നിങ്ങളോട് ഉപദേശിച്ചു, പരസ്യമായി ഉപദേശിച്ചു, സഭയിലുള്ള വ്യക്തികളോട് പരസ്യമായി ഉപദേശിച്ചു. ആ കൂട്ടത്തിലുള്ളവരിൽ ആർക്കാണ് പ്രശ്നങ്ങളുള്ളത്, ആരാണ് ശരിയല്ലാത്തത്, അവരുടെ വീടുകളിൽ ചെന്നിട്ട് അവരോട് ഉപദേശിച്ചു. സ്നേഹമില്ല. ഈ കാലത്ത് അങ്ങനെയുള്ള സ്നേഹം കാണുന്നില്ല, സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, ഐക്യത ഇല്ല. എല്ലാവർക്കും സ്വാർത്ഥതയാണ്. അയൽക്കാർ തമ്മിൽ സ്വാർത്ഥതയാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വാർത്ഥതയാണ്. ഭർത്താവിനോട് ഭാര്യയ്ക്ക് അസൂയാണ്, ഭാര്യയോട് ഭർത്താവിന് അസൂയാണ്. എത്രമാത്രം തകർന്നു പോകുന്നു എന്ന് നോക്കുക. ക്രിസ്തീയ കുടുംബങ്ങളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്നത് ഒന്നാണ്, കുടുംബത്തിൽ ഭാര്യയുമായി കലഹമുണ്ടാക്കുന്നത് മറ്റൊന്നാണെന്നാണ് ചിലർ വിചാരിക്കുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്നതായ ഒരു വ്യക്തി ഭാര്യയോട് സമാധാനത്തോടെയായിരിക്കും. കർത്താവിൽ വിശ്വസിക്കുന്ന ഭാര്യ ഭർത്താവിനോട് സമാധാനത്തോടെയായിരിക്കും. പൗലോസ് പ്രസംഗിച്ചതായ സമയത്ത് ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് വളരെ വില കൽപ്പിച്ചാണ് പ്രസംഗിച്ചത്. ക്രിസ്തീയ ജീവിതമെന്ന് പറയുമ്പോൾ
നമ്മുടെ ഹൃദയത്തിൽ ഭക്തി ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ള ആളുകളോട് നല്ല സ്നേഹബന്ധം പുലർത്തുകയും സഹായിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പറയൂ. സ്നേഹിച്ച് നിന്നെപ്പോലെ. പുതിയ നിയമത്തിൽ കർത്താവ് 10 കൽപ്പനകൾ മാറ്റിയിട്ട് 2 കൽപ്പനകളാണ് തന്നിരിക്കുന്നത്. ഒന്നേതാണ്? എന്നെ സ്നേഹിക്കുക. 2, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. ക്രൂശ് വിലങ്ങനെയുള്ളതും നെടുകയുള്ളതുമാണ്. നേരെയുള്ള തടി നീയും ദൈവവുമായുള്ള ബന്ധമാണ്. കുറുകെയുള്ളത് നീയും അടുത്ത വ്യക്തിയുമായുള്ള ബന്ധമാണ്. ഞാനും ദൈവവുമായി നേരെയായിരിക്കുന്നു, അടുത്തുള്ള വ്യക്തിയുമായി എനിക്ക് കാര്യമില്ല എന്ന് പറയുന്നത് ആത്മീയത അല്ല. നീ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, നീയും ഞാനുമായി ഒരു ബന്ധവുമില്ല, ഞാൻ ദൈവവുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നവനാണ്, എനിക്ക് ദൈവദാസനുമായി ബന്ധമില്ല, അടുത്തുള്ള വ്യക്തിയുമായി എനിക്ക് ബന്ധമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് യഥാർത്ഥമായ വിശ്വാസ ജീവിതം അല്ല. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കൂ. ദൈവവുമായി നല്ല ബന്ധം ഉള്ളവൻ അയൽക്കാരനുമായി നല്ല ബന്ധത്തിൽ ആയിരിക്കും. ഇതാണ് പൂർണ്ണ സുവിശേഷം. ഇത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളെ അറിയിച്ച് നിങ്ങളോട് ഉപദേശിച്ച്, പറയുന്നതും വേറെയാണ്, ഉപദേശിക്കുന്നതും വേറെയാണ്. പറയുന്നത് എന്താണ്? പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, സഭയിൽ മുടങ്ങാതെ ആരാധനയ്ക്ക് വരണം, സിനിമ കാണരുത്, പൊയ്ക്കോ. എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞു, അവർ കേൾക്കുന്നില്ല. എല്ലാ ആഴ്ചയും ഞാൻ പറയുന്നു, അവർ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. അതാണ് പറയുന്ന കാര്യം. ഉപദേശിക്കുന്നത് എന്താണ്? മകളെ, എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. രാവിലെ എഴുന്നേറ്റാൽ നീ പ്രാർത്ഥിക്കണം. ഒരു ദിവസം ഒരധ്യായം വെച്ച് വായിക്കും, കൂടുതൽ സമയമില്ലെങ്കിൽ. എന്താണ്? മുഴങ്കാൽ മടക്കി നീ പ്രാർത്ഥിക്കണം. ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്താണ് ഉപദേശിക്കുന്നത്? അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നത്, ഉപദേശിക്കുന്നത്. നാം കൊച്ചുകുട്ടികളെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോഴാണെങ്കിൽ ABCD ആണ് പഠിപ്പിക്കുന്നത്, ആ കാലത്ത് നാം ആണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സാർ എന്താണ് ചെയ്യുന്നത്? ആ കുഞ്ഞിൻ്റെ ചൂണ്ടുവിരൽ പിടിച്ചിട്ട് കയ്യിൽ കല്ല് പെൻസിൽ പിടിപ്പിച്ചിട്ട് സ്ലേറ്റിൽ കൈ പിടിച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ആര് പറയും? അങ്ങനെ ആ സാറ് അങ്ങനെ പറഞ്ഞ് വായിച്ച് കുഞ്ഞിൻ്റെ കൈ പിടിച്ച് എഴുതിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രാധാന്യം. പറയുന്നത് മാത്രമല്ല കാര്യം, നീ ചെയ്തിട്ട് മറ്റുള്ളവരോട് പറയുന്നതാണ്, നീ ചെയ്ത് കാണിച്ചിട്ട് മറ്റുള്ളവരോട് പറയുന്നതാണ്. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയിച്ചു, ഞാൻ നിങ്ങളെ ഉപദേശിച്ചു, ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. 20-26 വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്നു ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ഇവിടെ ഇതാ നിങ്ങളോട് പറയുന്നു, നിങ്ങളോട് പറയേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ ഒന്നും മറച്ചു വയ്ക്കാതെ പറഞ്ഞിരിക്കുന്നു, പരസ്യമായി പറഞ്ഞിരിക്കുന്നു, പൂർണ്ണമായി ഞാൻ പറഞ്ഞു, ഉപദേശിച്ച് ഞാൻ പറഞ്ഞു, വീടുതോറും കയറിയിറങ്ങി പറഞ്ഞു. ഞാൻ ചെയ്യേണ്ട കാര്യമെല്ലാം ഈ 3 വർഷം കൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും നിങ്ങളിൽ ആരെങ്കിലും പറയുന്നത് അനുസരിക്കുന്നില്ല എങ്കിൽ, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല എങ്കിൽ, അവന്റെ വചനപ്രകാരം നിങ്ങൾ ജീവിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്കുണ്ടാകുന്ന നാശത്തിന് ഞാൻ കാരണക്കാരൻ അല്ല. പറയുന്നില്ല എങ്കിൽ ആർക്കാണ് കുറ്റം? നീ ദുഷ്ടനോട് ദുഷ്ട നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിയുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യം നിമിത്തം മരിക്കും. അവനത് വിട്ടുതിരിഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെടും. നീ എന്നാൽ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യം നിമിത്തം മരിക്കും. എന്നാൽ നിന്നോട് ഞാൻ അവന്റെ രക്തത്തിന്റെ കണക്ക് ചോദിക്കും. ദുഷ്ടനോട് ദുഷ്ട നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ അവൻ എന്നെ ചീത്ത വിളിക്കാനിടയാകും. അവൻ കേൾക്കില്ല എന്ന് പറഞ്ഞ് നീ പറയാതിരുന്നാൽ, നീ അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ, അവൻ അങ്ങനെ മരിക്കുകയാണെങ്കിൽ അവൻ്റെ മരണം നിമിത്തം ഞാൻ നിന്നോട് കണക്ക് ചോദിക്കും. അതാണിവിടെ പറയുന്നത്. ഈ ദിവസങ്ങളിൽ ഉത്തരവാദിത്വമുള്ള ദൈവദാസന്മാർ, അതുപോലെ ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കൾ പറയേണ്ടത് നമ്മുടെ ജോലിയാണ്. എന്നാൽ നമുക്കത് ചെയ്യിക്കുവാൻ കഴിയില്ല. നമുക്ക് ഒരു കഴുതിയെ വെള്ളത്തിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയും, എന്നാൽ അതിനെക്കൊണ്ട് കുടിപ്പിക്കാൻ കഴിയുമോ? അതിനെ താടി പിടിച്ച് വെള്ളത്തോട് അടുപ്പിച്ചാൽ അത് കുടിക്കുമോ? അത് കുടിക്കുകയില്ല. നിർബന്ധിച്ചൊരു മനുഷ്യനെ നമുക്ക് മാറ്റുവാൻ കഴിയുകയില്ല.
നിർബന്ധിച്ച് അവനോട് നീ സഭയിൽ വരണം, നിർബന്ധിച്ച് നീ പ്രാർത്ഥന ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവനെക്കൊണ്ട് നമുക്കങ്ങനെ ചെയ്യിക്കാനും കഴിയില്ല. ദൈവം ആരെ എങ്ങനെ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിക്കുന്നില്ല. ദൈവം എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അതുകൊണ്ട് പറയുക, കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ, എന്നാൽ നീ പറയേണ്ടതാണ്. പ്രവാചകന്മാരിൽ ഒരുവൻ ഞാൻ ആയിരിക്കുമെന്ന് ഞാൻ അറിയുന്നത് കൊണ്ട് ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയുന്നു. അവർ അത് അനുസരിച്ചാലും അനുസരിച്ചില്ല എങ്കിലും ഞാൻ കാര്യമെല്ലാം പറയേണ്ടതാണ്. ഈ കാലത്ത് അനേകം ആളുകൾ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കേൾക്കുന്നുവെങ്കിലും എന്നാൽ കേട്ടതിന് പ്രകാരം അനുസരിച്ച് ജീവിക്കുന്നില്ല. വചനങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. പ്രബോധിക്കുന്നില്ല എങ്കിൽ ഞങ്ങളോട് ദൈവം കണക്ക് ചോദിക്കും. ആ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ ദൈവം നിങ്ങളോടും കണക്ക് ചോദിക്കും. ആർക്കാണ് കൂടുതൽ അറിയാവുന്നത് അവർക്കാണ് കൂടുതൽ അടിയെന്നാണ്. വചനം അറിയാതെ ഇരിക്കുന്നവരെക്കാൾ വചനം അറിയുന്നവർക്കാണ് കൂടുതൽ ശിക്ഷയെന്നാണ്. അറിയാതെ ചെയ്തവർക്ക് കുറച്ച് ശിക്ഷയും വചനം അറിഞ്ഞിട്ടും പാപം ചെയ്തവർക്ക് കൂടുതൽ ശിക്ഷയുമെന്നാണ്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമെന്നാണ് വചനം പറയുന്നത്. എല്ലാം അനുഗ്രഹമാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. യേശുക്രിസ്തു കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, ദയയുള്ള ദൈവമാകുന്നു. നമുക്ക് വേണ്ടി നന്മ ചെയ്തവനാണ്. നമ്മെ അവന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റിയിരിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാണൻ നൽകിയിരിക്കുന്നു. നിനക്ക് വേണ്ടി അനേക അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ദൈവം. എന്നാൽ അതേ സമയത്ത് ദൈവത്തിന് വില കൽപ്പിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിനോട് അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ ദൈവത്തിന് കോപത്തിനിരയായി മാറും. വൈദ്യുതിയെക്കുറിച്ച് നമുക്കറിയാം. അത് നമുക്ക് നല്ലതാണോ അല്ലയോ? പറയൂ. ഇലക്ട്രിസിറ്റി നല്ലതാണോ അല്ലയോ? അത് നമുക്ക് വേണമോ വേണ്ടയോ? ഇലക്ട്രിസിറ്റി കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ലൈറ്റ് കത്താനിടയാകും, ഫാൻ കറങ്ങാനിടയാകും, കമ്പ്യൂട്ടർ പ്രവർത്തിക്കും, സെൽഫോൺ നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ സെൽഫോൺ പ്രവർത്തിക്കുന്നു, മിക്സി പ്രവർത്തിക്കുന്നു, ഗ്രൈൻഡർ പ്രവർത്തിക്കുന്നു, അതുപോലെ AC പ്രവർത്തിക്കുന്നു. അങ്ങനെ എത്രയോ ഉപകാരങ്ങളാണ്. കറണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണ്. ഇരുട്ടിൽ നമുക്ക് കൈയും കാലും കെട്ടിയതുപോലെ ആയിരിക്കുന്ന അവസ്ഥയാണ്. വളരെ പ്രയോജനകരമാണ്. അതുകൊണ്ട് കറണ്ടേ എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവിടെ കൈയിട്ടാൽ എന്ത് പറ്റും? എന്താണ് സംഭവിക്കുന്നത്? എന്തു പറ്റും? കരിഞ്ഞു പോകാനിടയാകും. ജീവൻ തന്നെ പോകാനിടയാകും. അതാണ് പറയുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമെന്ന്. രണ്ട് കരങ്ങളിലും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഈ ദിവസം നിന്നെ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ തല മുതൽ പാദം വരെ ദൈവത്തിന്റെ അഭിഷേകത്തെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നിൽ ഇനിയും കഴുകപ്പെടാത്ത പാപങ്ങൾ ഉണ്ട്. ഇനിയും നിന്നിൽ ഏറ്റുപറയാത്ത പാപങ്ങൾ ഉണ്ട്. ഇനിയും നിനക്ക് ജയിക്കുവാൻ കഴിയാത്ത പാപങ്ങളുണ്ട്. ഈ ദിവസം അവയിൽ നിന്നെല്ലാം നിന്നെ വിടുവിക്കുവാൻ കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നീ അവന്റെ സ്വന്തം ജനമായി മാറേണ്ടതിന്, അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, എല്ലാവരുടെയും ഹൃദയത്തിലുള്ള വേദന നീ അറിയണമേ. ഏതാവശ്യമായി നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നുവെന്ന് നീ അറിയുന്നവനെ, ഇനിയും രക്ഷിക്കപ്പെടാത്തവരെ നീ രക്ഷിക്കപ്പെടുത്തുമാറാകണമേ. മാനസാന്തരപ്പെടാത്തവരെ നീ മാനസാന്തരപ്പെടുത്തണമേ. മാനസാന്തരപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട ജനത്തെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് നിന്റെ സാദൃശ്യത്തിലേക്ക് അവരെ ദിനംതോറും മാറ്റിയെടുക്കുവാൻ ഞങ്ങളെ എല്ലാവരും നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ, ഞങ്ങളെ മെരുക്കിയെടുക്കണമേ. നിനക്ക് പ്രയോജനമുള്ളവരാക്കി ഞങ്ങളെ മാറ്റിയെടുക്കണമേ. നിനക്കിഷ്ടമുള്ള മക്കളായി ഞങ്ങളെ മാറ്റിയെടുക്കണമേ. നീ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന്, മനുഷ്യരുടെ മനസ്സിനെ മാറ്റുന്ന ദൈവമാകുന്നുവെന്ന്, ഹൃദയത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിത രീതി മാറ്റിക്കൊണ്ട്, ഞങ്ങളുടെ ആചാരങ്ങളും പദ്ധതിയും മാറ്റിക്കൊണ്ട്, പുറമെയുള്ള ഭക്തിയിൽ മാത്രം ഞങ്ങൾ തൃപ്തിപ്പെടാതെ അന്തരംഗങ്ങളിൽ ശുദ്ധീകരണം പ്രാപിച്ച് നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി മാറുവാൻ ഞങ്ങളെ ഒരുക്കുവാൻ സഹായിക്കുമാറാകണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കൂടി വന്നിരിക്കുന്ന സകലരുടെ മേൽ എല്ലായ്പ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, യേശുവേ,
യേശുവേ 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 യേശുവേ